പുസ്തകം 8 അധ്യായം 6. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മഹത്വപൂർണമായ കടന്നുപോകൽ. ഇതാ ഇപ്പോൾ ദൈവഹിതമനുസരിച്ച് ആ ദിവസം വന്നണയുന്നു. സത്യവും സജീവവുമായ വാഗ്ദാന പേടകം നിത്യ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പരിശുദ്ധ വേദിയിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. സോളമൻ വാഗ്ദാന പേടകത്തെ ജെറുസലേം ദേവാലയത്തിന്റെ കേന്ദ്രത്തിൽ കെരൂബുകളുടെ ചിറകിൻ കീഴിൽ സ്ഥാപിച്ചതിനേക്കാൾ എത്രയോ മഹത്തരവും ഉന്നതവുമാണ് ഈ പേടക സ്ഥാപനം പ്രപഞ്ചത്തിന് നൽകിയത്. മഹാരാജ്ഞിയുടെ കടന്നുപോകലിന് 3 ദിനങ്ങൾ മുൻപേ അപ്പസ്തോലരും മറ്റു ശിഷ്യരും ജെറുസലേമിലെ ഊട്ടുശാലയിൽ ഒന്നിച്ചുകൂടി. ആദ്യമെത്തിയത് വിശുദ്ധ പത്രോസായിരുന്നു. റോമായിൽ നിന്നും മാലാഖമാർ അദ്ദേഹത്തെ അവിടേക്ക് സംവഹിക്കുകയായിരുന്നു. റോമിലായിരിക്കുമ്പോൾ മാലാഖ പ്രത്യക്ഷനായി പത്രോസിനോട് പരിശുദ്ധ മാതാവിന്റെ കടന്നുപോക്കൽ സമയം അടുത്തിരിക്കുന്നുവെന്ന് അറിയിക്കുകയും ഉടൻ തന്നെ ജെറുസലേമിൽ എത്താൻ കർത്താവ് കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. അപ്രകാരം മാലാഖ പത്രോസിനെ റോമായിൽ നിന്നും സംവഹിച്ച് ജെറുസലേമിൽ എത്തിച്ചു. ഊട്ടുശാലയിൽ അദ്ദേഹം എത്തുമ്പോൾ പരിശുദ്ധ രാജ്ഞി അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ ശാരീരികമായി ക്ഷീണിതയായി കാണപ്പെട്ടു. ദൈവസ്നേഹത്തിന്റെ ശക്തിയാലാണ് ആ അവസ്ഥയിലായത്. മരണത്തോടടുക്കുംതോറും ദൈവസ്നേഹത്തിന്റെ സാന്ദ്രത അവളുടെ ശാരീരിക ബലത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ പത്രോസിനെ സ്വീകരിക്കാനായി പ്രാർത്ഥനാ സങ്കേതത്തിന്റെ വാതിൽക്കൽ വന്നു നിന്നു. കർത്താവിന്റെ വികാരിയുടെ മുൻപിൽ അവൾ മുട്ടിന്മേൽ നിന്ന് അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തെന്നാൽ സർവശക്തനിത പരിശുദ്ധ പിതാവിനെ എന്റെ മരണവേളയിൽ സഹായകനായി എന്റെ പക്കൽ എത്തിച്ചിരിക്കുന്നു. തുടർന്ന് വിശുദ്ധ പൗലോസ് എത്തിച്ചേർന്നു. പത്രോസിനോട് കാട്ടിയതുപോലെയുള്ള സ്നേഹാദരവുകൾ പൗലോസിനും അർപ്പിച്ച് അവൾ അദ്ദേഹത്തെ കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. ശ്ലീഹന്മാർ അവളെ ദൈവമാതാവ്, മഹാരാജ്ഞി, സൃഷ്ടികളുടെ നാഥയെന്നും സംബോധന ചെയ്തു. അവർ സന്തോഷത്തിന് തുല്യം ദുഃഖവും പേറിയിരുന്നു. എന്തെന്നാൽ തങ്ങൾ അവിടെ എത്തിയത് അവളുടെ വേർപാടിന് സാക്ഷികളാകാനായിരുന്നല്ലോ. ഈ അപ്പസ്തോലർക്ക് പിന്നാലെ ശിഷ്യരും എത്തിച്ചേർന്നു. അവരെല്ലാവരും ഊട്ടുശാലയിൽ സമ്മേളിച്ചു. പരിശുദ്ധ അമ്മ അവരെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഗാഢമായ സ്നേഹത്തോടും സ്നേഹാദരവോടും കൂടി അവർ ഓരോരുത്തരോടും തന്നെ ആശീർവദിക്കാൻ അഭ്യർത്ഥിച്ചു. വിശുദ്ധ യോഹന്നാനോട് മറ്റെല്ലാ അതിഥികളെയും വേണ്ട വിധം സ്വീകരിക്കാൻ അവൾ നിർദ്ദേശിച്ചിരുന്നു. ചെറിയ യാക്കോബും അദ്ദേഹത്തോട് സഹകരിക്കുകയും അവർ 2 പേരും ചേർന്ന് എല്ലാ അതിഥികൾക്കും ഭക്ഷണവും താമസ സൗകര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാരിൽ ചിലർ അവിടെയെത്തിയത് മാലാഖമാരാൽ സംവഹിക്കപ്പെട്ടാണ്. അവർ എന്തിനാണ് അവിടേക്ക് സംവഹിക്കപ്പെട്ടതെന്ന് അറിയുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ഏക ആശ്രയവും സംരക്ഷണവുമായവൾ വേർപിരിയാൻ സമയമാകുന്നുവെന്നറിഞ്ഞ് അവർ ദുഃഖിതരാകുകയും കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തു. എന്നാൽ ശിഷ്യരെ ഇക്കാര്യം മാലാഖമാർ അറിയിച്ചിരുന്നില്ല. അതിനാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്തെന്ന് അറിഞ്ഞിരുന്നില്ല. അവർക്ക് ദൈവത്തിൽ നിന്ന് ഉൾവിളിയും ശക്തമായ പ്രേരണയും ലഭിച്ചതനുസരിച്ച് ജെറുസലേമിൽ എത്തിച്ചേരുകയായിരുന്നു. തങ്ങൾ വന്നതിന്റെ ഉദ്ദേശമെന്തെന്നറിയാൻ അവർ ഉടനെ പത്രോസിന്റെ അരികിലെത്തി. എന്തെങ്കിലും അടിയന്തരമായ കാരണമില്ലാതെ ജെറുസലേമിലേക്ക് ഇപ്പോൾ കർത്താവ് അവരെ നയിക്കുകയില്ല എന്നറിയാമായിരുന്നു. പത്രോസ് ലീഹ സഭാതലവനും നേതാവുമെന്ന നിലയിൽ എല്ലാവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവരുടെ ആഗമനോദ്ദേശ്യം എന്തെന്ന് വിശദീകരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു. എന്റെ ഏറ്റവും പ്രിയമുള്ള മക്കളെ, സഹോദരങ്ങളെ, കർത്താവിത നമ്മെ ഓരോരുത്തരെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇതു കാരണം കൂടാതെയല്ല. ആ കാരണം നമുക്കേവർക്കും ദുഃഖകരവുമാണ്. അത്യുന്നത ദൈവമിത പരിശുദ്ധ അമ്മയെ നിത്യമഹത്വത്തിന്റെ സിംഹാസനത്തിലേക്കുയർത്താൻ തിരുഹിതമായിരിക്കുന്നു. അവൾ നമ്മുടെ നാഥയും സാന്ത്വനവും സംരക്ഷണവുമാകുന്നുവല്ലോ. അവിടുത്തെ ദിവ്യകൽപ്പനയെന്തെന്നാൽ അമ്മയുടെ മഹത്വപൂർണമായ കടന്നുപോകലിന് നാമെല്ലാം ദൃക്സാക്ഷികളായിരിക്കണമെന്നാണ്. നമ്മുടെ ഗുരുവായ ദിവ്യരക്ഷകൻ പിതാവിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് കരേറിയപ്പോൾ നാം അനാഥരാകുമെന്ന് ചിന്തിച്ചു. എന്നാൽ തന്റെ സാന്നിധ്യത്തിന് പകരക്കാരിയായി പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിച്ചു തന്നതിന് ശേഷമാണ് പോയത്. ഇപ്പോഴിതാ നമ്മുടെ എല്ലാമായ അമ്മ നമ്മോട് വിട വാങ്ങാൻ പോകുന്നു. ഇനിയുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ ആരാണ് നമുക്ക് പിന്തുണയും പ്രോത്സാഹനവുമേകുക?
അവൾക്ക് പകരമായി ആരുമില്ല എന്നറിയുമ്പോൾ നമുക്ക് പ്രതീക്ഷ തരുന്ന കാര്യം ഇതാണ്: നാമും ഉചിതമായ സമയത്ത് അവളെ അനുഗമിച്ച് കടന്നുപോകും എന്നതുമാത്രം. ഇതിനപ്പുറം ഒന്നും പറയാൻ വിശുദ്ധ പത്രോസിന് സാധിച്ചില്ല. എന്തെന്നാൽ അദ്ദേഹം വികാരാധീനനായി, തൊണ്ടയിടറി, കണ്ണു നിറഞ്ഞ് ഒഴുകി. മറ്റുള്ളവർക്കും ഏറെ സമയത്തേക്ക് നിശബ്ദരാകാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. അവരുടെ ഹൃദയാഗാധതയിൽ നിന്ന് തേങ്ങലുകൾ ഉയർന്നു, കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കുറച്ചു സമയം കൊണ്ട് കർത്താവിന്റെ വികാരി തന്റെ സമചിത്തത വീണ്ടെടുത്തു. അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു: "എന്റെ മക്കളെ, നമുക്ക് നമ്മുടെ നാഥയായ അമ്മയുമായി സംസാരിക്കാം. ഇനി അവശേഷിച്ചിരിക്കുന്ന അല്പസമയം അവളോടൊത്ത് ചിലവഴിക്കാം. അവളുടെ പക്കൽ നിന്നും അനുഗ്രഹങ്ങൾ നേടാം." ഉടൻ തന്നെ അവരൊന്നിച്ച് പരിശുദ്ധ അമ്മയെ സന്ദർശിച്ചു. അവിടെ അവൾ ഒരു ചെറുമഞ്ചത്തിൽ മുട്ടുകുത്തി നിൽക്കുന്നതാണ് അവർ കണ്ടത്. ഈ മഞ്ചത്തിലായിരുന്നു ഇടയ്ക്കൊക്കെ അവൾ അവിടെ ലഘുവിശ്രമം കൊണ്ടിരുന്നത്. അവൾ സ്വർഗീയ മഹത്വം നിറഞ്ഞ് 1000 മാലാഖമാരാൽ ചുറ്റപ്പെട്ട് ഉജ്ജ്വല പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടു നിൽക്കുന്നതാണ് അവർ കണ്ടത്. അവളുടെ സ്വാഭാവിക ശരീരം 33-ാം വയസ്സിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴും ആ പ്രായം മുതൽ അവളിൽ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. കടന്നുപോയ വർഷങ്ങൾ ആ ശരീരത്തെ ബാധിച്ചില്ല. പ്രായം അവളിൽ കാണപ്പെട്ടില്ല. ആദത്തിന്റെ സന്തതികൾ അവരുടെ യൗവനകാലത്ത് പ്രദർശിപ്പിക്കുന്ന ശാരീരിക പൂർണ്ണതയിൽ നിന്ന് കാലക്രമത്തിൽ ക്ഷയിക്കുകയും അഴിഞ്ഞു പോകുകയും ചെയ്യുമല്ലോ. ഇവിടെ മറിച്ചായിരുന്നു. ഈയൊരു ദൈവാനുകൂല്യം പരിശുദ്ധ മറിയത്തിന് മാത്രം നൽകപ്പെട്ടിട്ടുള്ള അനന്യവരമാണ്. കാരണം കന്മഷമില്ലാതെ അമലോത്ഭവയായി സൃഷ്ടിക്കപ്പെട്ടവളാണല്ലോ അവൾ. വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും അമ്മയുടെ കിടക്കയുടെ തലയ്ക്കൽ നിന്നു. ബാക്കിയുള്ളവർ നിശബ്ദരായി ക്രമപ്രകാരം നിന്നു. അമ്മ തന്റെ സ്വതസിദ്ധമായ വിനയത്തോടും ആദരവോടും കൂടി ഇപ്രകാരം പറഞ്ഞു: "എന്റെ വത്സല മക്കളെ, നിങ്ങളുടെ ദാസിയായ ഇവൾ തന്റെ ഉള്ളിലുള്ള അഭിലാഷങ്ങൾ നിങ്ങളുടെ മുൻപാകെ അറിയിക്കാൻ അനുവാദം ചോദിക്കുകയാണ്." വിശുദ്ധ പത്രോസ് മറുപടിയായി, "ഞങ്ങളെല്ലാവരും അമ്മയുടെ വാക്കുകൾ ശ്രവിക്കുകയാണ്" എന്ന് പറഞ്ഞു. അവരെല്ലാവരും എല്ലാ കാര്യങ്ങളിലും അവളെ അനുസരിക്കും. തങ്ങളോട് സംസാരിക്കാനായി അവൾ തന്റെ മഞ്ചത്തിൽ എഴുന്നേറ്റിരിക്കണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു. ഏറെ സമയമായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നതിനാൽ അമ്മ വളരെ പരിക്ഷീണതയാണെന്നാണ് പത്രോസ് കരുതിയത്. അതിനാൽ തങ്ങളെ സംബോധന ചെയ്യുമ്പോൾ രാജ്ഞിക്കടുത്ത അന്തസ്സിൽ അവൾ അവിടെ ഉപവിഷ്ടയാകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അനുഗ്രഹത്തിനായുള്ള അവരുടെ യാചന സ്വീകരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. വിശുദ്ധ പത്രോസിന്റെ സമ്മതം വാങ്ങി അവൾ തന്റെ മഞ്ചം വിട്ട് എഴുന്നേറ്റു. അപ്പസ്തോല പ്രമുഖന്റെ മുൻപിൽ മുട്ടുകുത്തി ഇപ്രകാരം പറഞ്ഞു: "പ്രഭോ, ഞാനിതാ യാചിക്കുന്നു. സാർവത്രിക സഭയുടെ ഇടയനും പരിശുദ്ധ സഭയുടെ തലവനും എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിന്റെ അനുഗ്രഹം സഭയുടെ നാമത്തിൽ എനിക്കു തരിക. ഞാൻ സഭയ്ക്കർപ്പിച്ച സേവനങ്ങൾ വളരെ കുറവായതിനാൽ എനിക്ക് മാപ്പ് തരിക. എന്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ 2 അങ്കികളുണ്ട്. എനിക്ക് എപ്പോഴും സഹായികളായിരിക്കുകയും എന്നോട് ഔദാര്യം കാട്ടുകയും ചെയ്ത 2 കന്യകകൾക്ക് അവ 2ഉം ദാനമായി നൽകാൻ യോഹന്നാന് നിർദ്ദേശം നൽകണമേ." തുടർന്ന് അവൾ ക്രിസ്തുവിന്റെ വികാരിയായ പത്രോസിന്റെ പാദങ്ങൾ ചുംബിച്ചു, ഏറെ കണ്ണുനീർ പൊഴിച്ചു. പത്രോസും മറ്റുള്ളവരും അവളെ ഏറ്റവും ആദരവോടെ നോക്കുകയും കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തു. പത്രോസിനെ വിട്ട് മാതാവ് വിശുദ്ധ യോഹന്നാനെ സമീപിച്ചു. അവൾ അദ്ദേഹത്തിന്റെയും പാദങ്ങൾ ചുംബിച്ച് ഇപ്രകാരം പറഞ്ഞു: "എന്റെ പ്രിയ മകനെ, നീ എന്നോട് ക്ഷമിക്കുക. എന്റെ പുത്രൻ കുരിശിൽ മരിക്കുന്ന വേളയിൽ നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്ന നിമിഷം മുതൽ ഒരമ്മയ്ക്കെടുത്ത സേവനങ്ങൾ നീ അർഹിക്കും വിധം നൽകാൻ ഞാൻ ബാധ്യസ്ഥയായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്കു കഴിഞ്ഞില്ല." യോഹന്നാൻ 19:27. "നീ എനിക്കു നൽകിയ പുത്രനിർവിശേഷമായ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനി എന്നെ സൃഷ്ടിച്ചവന്റെ ദർശന സൗഭാഗ്യത്തിലേക്കും നിത്യമായി അവിടുത്തോട് സഹവസിക്കാനുമായി യാത്രയാകുന്ന എനിക്ക് ആശീർവാദം നൽകുക." പരിശുദ്ധ അമ്മ മറ്റു സ്ലീഹന്മാരെയും ശിഷ്യരെയും സമീപിച്ച് അവരോടും യാത്ര ചോദിച്ചു. തുടർന്ന് അവൾ അവിടെ കൂടിയിരുന്ന സമൂഹത്തെ പൊതുവായി സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: "എത്രയും വത്സല മക്കളെ, എന്റെ യജമാനന്മാരെ, എന്നും എപ്പോഴും ഞാൻ നിങ്ങളെ എന്റെ ആത്മാവിൽ കരുതുകയും ഹൃദയഭിത്തിയിൽ നിങ്ങളുടെ പേര് ആലേഖനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്റെ പുത്രൻ എനിക്കു നൽകിയ സ്നേഹവും ഉപവിയും ഞാൻ നിങ്ങൾക്കും പകർന്നുവല്ലോ. എന്തെന്നാൽ അവൻ സ്നേഹിതരായി തിരഞ്ഞെടുത്ത നിങ്ങളിൽ ഞാൻ അവനെ തന്നെയാണ് ദർശിച്ചത്. അവന്റെ തിരുവിഷ്ടമനുസരിച്ചിതാ ഞാൻ നിത്യതയുടെ രാജധാനിയിലേക്ക് പോകുന്നു.
ഇതാ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. നിത്യകൂടാരങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പ്രകാശത്തിൽ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. ആ ദർശനം എന്റെ ആത്മാവ് അഭിലഷിക്കുന്നു. അത്യുന്നതന്റെ നാമം മഹത്വപ്പെടുത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുക. സുവിശേഷത്തിന്റെ നിയമങ്ങൾ ലോകമെങ്ങും അറിയിക്കുക. എന്റെ ദിവ്യപുത്രന്റെ വചനങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അവന്റെ പീഡാസഹനവും മരണവും നിത്യവും സ്മരിക്കുക. അവന്റെ പ്രമാണങ്ങൾ കാത്തുപാലിക്കുക. എന്റെ പ്രിയമക്കളെ, നിങ്ങൾ സഭയെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹം ചൊരിയുക. ഇതാണല്ലോ നിങ്ങളുടെ ഗുരു നിങ്ങൾക്കു തന്ന നിയമം. യോഹന്നാൻ 13:34. ഇതാണ് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ദൗത്യം. വിശുദ്ധ പത്രോസ്, ഇതാ ഞാൻ എന്റെ മകനായ യോഹന്നാനെ നിനക്ക് ഭരമേൽപ്പിക്കുന്നു. അതുപോലെ സഭാമക്കളേവരെയും. ആഗ്നേയാസ്ത്രങ്ങളുടെ മൂർച്ചയോടെ പരിശുദ്ധ അമ്മയുടെ വചനങ്ങൾ സ്ലീഹന്മാർക്കൊപ്പം മറ്റു ശിഷ്യരുടെയും ഹൃദയങ്ങളിൽ തുളഞ്ഞുകയറി. അവളുടെ മൊഴികൾ സമാപിച്ചപ്പോൾ അവരെല്ലാവരും അശ്രുധാരയിൽ അലിഞ്ഞതുപോലെയായി. ഭൂമിയെപ്പോലും കരയിക്കും വിധം അവർ നിലത്തു വീണ് തേങ്ങിക്കരഞ്ഞു. അവരോടൊപ്പം അമ്മയും കണ്ണുനീർ പൊഴിച്ചു. അവൾക്ക് തങ്ങളുടെ മക്കളുടെ സങ്കടം സഹിക്കാനായില്ല. അല്പസമയത്തിനു ശേഷം അവൾ വീണ്ടും അവരോട് സംസാരിച്ചു. തന്നോടൊപ്പം നിശബ്ദരായി പ്രാർത്ഥനയിലായിരിക്കാൻ അഭ്യർത്ഥിച്ചു. അവരെല്ലാം അപ്രകാരം ചെയ്തു. ഈ സമയം വചനാവതാരമായവൻ സ്വർഗത്തിൽ തന്റെ സിംഹാസനത്തിൽ നിന്ന് ഉജ്ജ്വല മഹത്വത്തോടുകൂടി അനേകം മാലാഖമാരാൽ പരിസേവിതനായി ഊട്ടുശാലയിലേക്ക് ഇറങ്ങിവന്നു. അപ്പോൾ അവിടെ മുഴുവൻ അഭൗമ പ്രകാശത്താൽ പൂരിതമായി. പരിശുദ്ധ അമ്മ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ പാദങ്ങൾ ചുംബിച്ചു. അവന്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പരിശുദ്ധ മറിയം തന്റെ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും ഒടുവിലായി വിശ്വാസത്തിന്റെയും വിനയത്തിന്റെയും അനുഷ്ഠാനം നടത്തി. ഈ മുഹൂർത്തത്തിൽ സ്വർഗീയ രാജ്ഞി സ്വയം ചുരുങ്ങുകയും ഭൂമിയോളം താഴുകയും ചെയ്തു. ലോകത്തിലുള്ള സകല മനുഷ്യരും പാപപരിഹാരാർത്ഥം സാഷ്ടാംഗ പ്രണാമം ചെയ്താലും ഒപ്പമാകാത്ത വിധം തന്നെ തന്നെ അവൾ എളിമപ്പെടുത്തി. അവളുടെ ദിവ്യപുത്രൻ സ്വർഗീയ വൃന്ദങ്ങളുടെ സമക്ഷം അമ്മയ്ക്ക് തന്റെ ആശീർവാദം അർപ്പിച്ചു. അവൻ ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ എത്രയും പ്രിയപ്പെട്ട അമ്മേ, ഞാൻ എന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തവളാണല്ലോ നീ. ഇതാ ഇപ്പോൾ നീ മരണം ഗ്രസിച്ച ഇഹലോക ജീവിതവും ഭൂമിയുടെ പരിമിതികളും വെടിഞ്ഞ് എന്റെ പരമപിതാവിന്റെയും എന്റെയും മഹത്വത്തിൽ പ്രവേശിച്ച് നിനക്കായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സിംഹാസനത്തിൽ എന്റെ വലം ഭാഗത്ത് നിത്യകാലത്തേക്ക് അത് സ്വന്തമാക്കി അതിൽ ഉപവിഷ്ടയാകുക. എപ്രകാരം ഞാൻ നിന്നെ പാപമുക്തയായും പാപസ്പർശമേൽക്കാതെയും ലോകത്തിൽ പ്രവേശിക്കാനിടയാക്കിയോ, അതിനാൽ തന്നെ നീ ഈ ലോകം കടന്നു പോകുന്ന നിമിഷത്തിലും മരണത്തിന് നിന്റെ മേൽ അവകാശം സ്ഥാപിക്കാനോ നിന്നെ സ്പർശിക്കാനോ ഞാൻ അനുവദിക്കുകയില്ല. ഇപ്രകാരം മരണത്തിന്റെ വാതിലിലൂടെ കടക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്നോടൊപ്പം വന്ന് മരണമില്ലാത്ത മഹത്വത്തിലേക്ക് പ്രവേശിച്ചാലും. പരിശുദ്ധ അമ്മ തന്റെ ദിവ്യപുത്രന്റെ പാദത്തിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ പുത്ര, എന്റെ കർത്താവേ, ഇതാ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. നിന്റെ അമ്മയും ദാസിയുമായ ഇവളെയും ആദത്തിന്റെ സന്തതികൾക്കായി നിശ്ചയിച്ചിരിക്കുന്നതുപോലെ സ്വാഭാവികമായ മരണത്തിന്റെ കവാടം കടന്നു തന്നെ നിത്യജീവനിൽ പ്രവേശിക്കാൻ അനുവദിക്കണമേ. എന്റെ സത്യദൈവമായ നീ തന്നെയും നിനക്കു വേണ്ടെന്നു വയ്ക്കാമായിരുന്ന മരണത്തെ സ്വയം ഏറ്റെടുത്തല്ലോ. ആകിയാൽ നിന്റെ ജീവിത വഴികളെ ഭൂമിയിൽ എപ്പോഴും പിന്തുടർന്നവളായ എനിക്കും മരണത്തിലൂടെ നിന്റെ വഴിയെ വരുന്നതിന് ഇടയാകട്ടെ. രക്ഷകനായ ക്രിസ്തു തന്റെ മാതാവിന്റെ ഈ അഭിലാഷത്തിന് സമ്മതമരുളി. അവൾ ചെയ്യാനുറച്ച മഹാത്യാഗത്തെ അവൻ അംഗീകരിച്ചു. അപ്പോൾ മാലാഖമാർ ഒരു വലിയ ഗായക സംഘമായി മാറി. ഉത്തമഗീതത്തിൽ സോളമൻ പാടിയ ഈരടികളും മറ്റു ചില പുതിയ ഗീതങ്ങളും ആലപിച്ചു. എന്നാൽ കർത്താവിന്റെ തിരുസാന്നിധ്യം യോഹന്നാനും മറ്റു ചിലരും മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. മറ്റു ചിലർ ആ തിരുസാന്നിധ്യം തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അനുഭവിച്ചു. അതേസമയം ശ്ലീഹന്മാരും ശിഷ്യരും അവിടെ കൂടിയിരുന്ന വിശ്വാസി സമൂഹവും ഒന്നാകെ മാലാഖമാരുടെ കീർത്തനം ശ്രവിച്ചു. അപ്പോൾ അവിടെ ഒരു ദിവ്യ സുഗന്ധം പരന്നൊഴുകി. ആ സുഗന്ധം അടുത്തുള്ള തെരുവുകളിലേക്കും വ്യാപിച്ചു. ഊട്ടുശാല ഉൾക്കൊണ്ടിരുന്ന മാളിക മുഴുവൻ അത്ഭുതകരമായ ദിവ്യദീപ്തിയിൽ പ്രശോഭിതമായി. അത് അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ടു. കർത്താവിന്റെ നിശ്ചയപ്രകാരം ജെറുസലേമിന്റെ രാജവീഥികളിൽ കൂടിയിരുന്ന അനേകായിരം ജനങ്ങൾ ഇതിന് സാക്ഷികളായി. മാലാഖമാർ അവരുടെ സ്തുതിഗീതം ആലപിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധ മറിയം തന്റെ കിടക്കയിൽ ചാഞ്ഞ് ശയിച്ചു. അവളുടെ മേൽവസ്ത്രം ഭംഗിയായി മടക്കപ്പെട്ട് ആ തിരുശരീരത്തെ മറച്ചു കിടന്നു. അവൾ തന്റെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തന്റെ പുത്രന്റെ മേൽ ഉറപ്പിച്ചു.
ദിവ്യ സ്നേഹാഗ്നിയാൽ അവൾ ജ്വലിച്ച് ശോഭിച്ചു. അപ്പോൾ മാലാഖമാർ ഉത്തമഗീതത്തിന്റെ 2-ാം അധ്യായത്തിലെ ഗാനം പാടി, എന്റെ ഓമനെ, എന്റെ സുന്ദരി എഴുന്നേൽക്കുക, ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി എന്നിങ്ങനെ. അവൾ കുരിശിൽ കിടന്ന് തന്റെ പുത്രൻ മൊഴിഞ്ഞ വരികൾ ആവർത്തിച്ചു. കർത്താവേ, ഇതാ നിന്റെ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്നിട്ടവൾ തന്റെ കന്യാനേത്രങ്ങൾ പൂട്ടി. അവൾക്ക് മരണകാരണമായത് സ്നേഹമെന്ന രോഗമായിരുന്നു, അല്ലാതെ ജീവിതത്തിന്റെ ആകസ്മിക സംഭവങ്ങളോ അവശതകളോ ആയിരുന്നില്ല. നാളിതുവരെ ഈ സ്നേഹാഗ്നിയിൽ വെന്ത് മരണത്തിൽ വീഴാതെ അവളെ താങ്ങി നിർത്തിയ ദൈവത്തിന്റെ സഹായഹസ്തം താൽക്കാലികമായി പിൻവലിക്കപ്പെട്ടപ്പോൾ അവൾ മരണത്തെ പുൽകി. അത്ഭുതകരമായ ഈ സഹായം പിൻവാങ്ങിയ നിമിഷം അവളുടെ സ്നേഹജ്വാല അവളുടെ ഹൃദയത്തിലെ മനുഷ്യജീവന്റെ ധാരകളെ വറ്റിച്ച് എരിച്ചു കളയുകയും ഭൂമിയിലെ അവളുടെ മർത്യമായ അസ്തിത്വം ഇല്ലാതാകുകയും ചെയ്തു. തുടർന്ന് അവളുടെ ആത്മാവ് അതിന്റെ കന്യാശരീരത്തെ വിട്ട് അതിലില്ലാത്ത മഹത്വത്തിൽ പ്രവേശിച്ച് തന്റെ പുത്രന്റെ സിംഹാസനത്തിന് വലത്തുഭാഗത്ത് ഉപവിഷ്ടയാക്കപ്പെട്ടു. ആ നിമിഷത്തിൽ മാലാഖമാരുടെ പ്രകീർത്തനം ആകാശങ്ങളുടെ ഉയരങ്ങളിലേക്ക് അകന്നു പോകുന്നതായി അനുഭവപ്പെട്ടു. എന്തെന്നാൽ സ്വർഗത്തിലെ വിശുദ്ധരും മാലാഖമാരും ആഘോഷമായി അനുധാവനം ചെയ്യുകയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പാവന ശരീരം മരണശേഷവും ദിവ്യപ്രഭ മങ്ങാതെയും അഭൗമമായ സൗരഭ്യം പരത്തിയും ചുറ്റും കാത്തുനിന്നവർക്ക് ഉള്ളിലും പുറത്തും ദിവ്യമാധുര്യം പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. 1000 മാലാഖമാർ ആ ദിവ്യദേഹത്തെ കണ്ണിമിക്കാതെ കാത്തുകൊണ്ട് അവിടെ നിലയുറപ്പിച്ചു. അവർ അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ആനന്ദ അശ്രുക്കൾ പൊഴിച്ച് ഏറെ നേരം നിർനിമേഷരായി നിന്നു. പുതിയ കീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും പാടി അവരിൽ നിന്നും വിടവാങ്ങിയ പരിശുദ്ധ കന്യകയെ അവർ സ്തുതിച്ചു. മഹത്വപൂർണമായ മാതാവിന്റെ കടന്നുപോകൽ നടന്നത് അവളുടെ പുത്രൻ മരണം വരിച്ച സമയത്തു തന്നെയായിരുന്നു. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു, ഓഗസ്റ്റ് മാസം 13-ാം തീയതി. അപ്പോൾ ഉച്ചതിരിഞ്ഞ് 3 മണിയും. പരിശുദ്ധ അമ്മ മരിക്കുമ്പോൾ 70 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പരിശുദ്ധ രാജ്ഞിയുടെ മരണത്തിന്റെ അനർഘ നിമിഷങ്ങളിൽ പല മഹാ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. സൂര്യൻ ഇരുണ്ടുപോയി. കുറെ മണിക്കൂറുകളിലേക്ക് സൂര്യൻ ദുഃഖത്താൽ മുഖം മറച്ചു കളഞ്ഞു. പ്രകാശം പരത്തിയില്ല. പക്ഷിജാലങ്ങൾ പറന്നുവന്ന് ഊട്ടുശാലയ്ക്ക് ചുറ്റും വട്ടമിട്ട് ചലിച്ചും വിലാപസ്വരങ്ങൾ ഉയർത്തിയും അവിടെ കൂടി നിന്നിരുന്ന മനുഷ്യരെ പോലും കരയിച്ചു. ജെറുസലേം മുഴുവനിലും വലിയ ഇളക്കങ്ങൾ ഉണ്ടായി. നഗരവാസികൾ അവിടവിടെ തടിച്ചുകൂടി. അവർ കർത്താവിന്റെ ശക്തിയെയും അവിടുന്ന് ചെയ്യുന്ന അത്ഭുതകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു സ്തുതിച്ചു. അപ്പസ്തോലരും ശിഷ്യരും വിശ്വാസികളും ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുകയും കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന അനേകം രോഗികൾ സുഖപ്പെട്ടു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വിമുക്തരാക്കപ്പെട്ടു. എന്നാൽ അവിടെ നടന്ന ഏറ്റവും മഹത്തായ അത്ഭുതം ഇതൊന്നുമായിരുന്നില്ല. ജെറുസലേം നഗരത്തിൽ ഊട്ടുശാലയുടെ പരിസരത്ത് ഒരു പുരുഷനും 2 സ്ത്രീകളും ആ സമയത്ത് മരിക്കാനിടയായി. അവർ 3 പേരും അനുതപിക്കാത്ത പാപികളായിട്ടായിരുന്നു മരണം വരിച്ചത്. എന്നാൽ അവർ ക്രിസ്തുവിന്റെ നീതിവിധിയുടെ മുൻപിൽ എത്തിയപ്പോൾ പരിശുദ്ധ അമ്മ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അപേക്ഷിച്ചു. ആ അപേക്ഷ പ്രകാരം കർത്താവ് അവർക്ക് 3 പേർക്കും ജീവൻ തിരികെ നൽകി. മരണത്തിൽ നിന്നും ജീവനിലേക്ക് വന്ന അവർ അനുതപിക്കുകയും തങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുകയും ഒടുവിൽ വരപ്രസാദം നേടി മരിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഒരു പ്രത്യേക ആനുകൂല്യം ആ ദിവസം ലോകത്തിൽ മരിച്ച എല്ലാവർക്കും കിട്ടിയതുമില്ല. പകരം ആ മണിക്കൂറിൽ ജെറുസലേമിൽ മാത്രം മരിച്ചവർക്ക് ലഭ്യമായതായിരുന്നു. ആ നിമിഷങ്ങളിൽ സ്വർഗത്തിൽ എന്തെല്ലാം ആഘോഷങ്ങളാണ് സംഭവിച്ചതെന്ന് പിന്നീട് വിവരിക്കുന്നതാണ്. എന്തെന്നാൽ ഇപ്പോൾ വിവരിച്ചാൽ സ്വർഗീയ കാര്യങ്ങൾ ഭൗമികമായതുമായി കൂടിക്കുഴയും. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, നീ ഇപ്പോൾ അറിയുന്നതും വിവരിച്ചതുമായ എന്റെ കടന്നുപോകലിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടാതെ എന്റെ ദിവ്യപുത്രൻ എനിക്കു കൽപ്പിച്ചു തന്നിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ആ മണിക്കൂറിൽ സംഭവിച്ചിട്ടുണ്ട്. നീ പറഞ്ഞല്ലോ, എന്റെ പുത്രൻ എന്റെ ഇഷ്ടപ്രകാരം മരണത്തിന്റെ കവാടത്തിലൂടെയോ അല്ലാതെയോ തന്റെ മഹത്വത്തിൽ പ്രവേശിക്കാനുള്ള ആനുകൂല്യം എനിക്ക് തന്നിരുന്നുവെന്ന്. മരിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ അത്യുന്നത ദൈവം എനിക്കനുകൂലമായി തീരുമാനം ചെയ്യുമായിരുന്നു. എന്തെന്നാൽ പാപത്തിന് എന്റെ ജീവനിൽ ഒരു പങ്കുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായ മരണത്തിന് എന്നെ സ്പർശിക്കാൻ കഴിയുമായിരുന്നുമില്ല. അപ്രകാരം തന്നെയോ അതിലുപരിയായോ കർത്താവിന് തന്റെ അവകാശമായി തന്നെ മരണത്തെ തിരസ്കരിക്കാമായിരുന്നു. പകരം അവൻ ദൈവത്തിന്റെ നീതിക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് സകല മനുഷ്യരെയും നീതീകരിക്കാനായി സഹനവും മരണവും ഏറ്റെടുത്തല്ലോ.
ആയതിനാൽ ഞാനും അവന്റെ സഹന മരണങ്ങളുടെ മണിക്കൂറുകളിൽ അവനോടൊപ്പം സഹിക്കുകയും എന്റെ മരണത്തെ സ്വാഗതം ചെയ്ത് സന്തോഷപൂർവ്വം അവന്റെ മാതൃകയെ അനുകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്റെ പുത്രനും സത്യദൈവവുമായവൻ മരണം വരിക്കുന്നതിന് ഞാൻ സാക്ഷിയായിരിക്കെ അവന് ഞാൻ കടപ്പെട്ടിരിക്കുന്ന സ്നേഹത്തിന്റെ വില തിരികെ നൽകണമെങ്കിൽ എന്റെ മരണം ഒരിക്കലും എനിക്ക് തിരസ്കരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ ഞാൻ അപ്രകാരം ചെയ്തിരുന്നെങ്കിൽ എന്റെ കർത്താവും ദൈവമനുഷ്യനുമായവനെ അനുകരിക്കുന്നതിലും അവന്റെ മാർഗത്തിനൊപ്പം ചേർന്നു പോകുന്നതിലും വലിയൊരു കുറവ് ഉണ്ടാകുമായിരുന്നു. അവൻ ആഗ്രഹിച്ചതോ എല്ലാ കാര്യങ്ങളിലും ഞാൻ അവന്റെ ഏറ്റവും പരിശുദ്ധ മനുഷ്യത്വത്തെ അനുകരിക്കണം എന്നതായിരുന്നു താനും. എന്റെ കർത്താവും ദൈവവുമായവൻ പകർന്നു തരുന്ന ആനന്ദാതിരേകം നുകരുന്നതിന് ഒരിക്കലും കഴിയാതെ വരികയും ചെയ്യുമായിരുന്നു. ആയതിനാൽ ഞാൻ മരണത്തെ തിരഞ്ഞെടുക്കുന്നത് അവനിൽ വലിയ സംപ്രീതി ഉളവാക്കി. അവന്റെ വിവേകപൂർണമായ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് തന്റെ ഹിതത്തിന് ചേരും വിധം പരിശുദ്ധ സഭയ്ക്കായി അവൻ അപ്പോൾ തന്നെ ഒരു ആനുകൂല്യം അനുവദിച്ചു തന്നു. ആ വരം ഇതാണ്, അതായത് എന്റെ ഭക്തരായിരിക്കുന്നവരും മരണസമയത്ത് എന്നെ വിളിച്ച് മധ്യസ്ഥം യാചിക്കുന്നവരും അതുവഴി എന്നെ അവർക്കായി വാദിക്കാൻ അനുവദിക്കുന്നവരും എന്റെ ആനന്ദകരമായ കടന്നുപോകലിന്റെ സ്മരണയിൽ പ്രത്യേകമായ സംരക്ഷണം ഉറപ്പാക്കും. മരണവേളയിൽ പിശാചുക്കൾക്കെതിരെ ഞാൻ അവർക്ക് സംരക്ഷണം നൽകും. അവരെ ഞാനായിരിക്കും നീതിവിധിയുടെ സിംഹാസനത്തിന് മുൻപിൽ ഹാജരാക്കുക. എന്റെ മധ്യസ്ഥതയാൽ അവർ അവിടുത്തെ കരുണ നേടിയെടുക്കും. ഇതിന് തുടർച്ചയായി കർത്താവ് എനിക്ക് ഒരു പുതിയ അധികാരവും ശക്തിയും നൽകിയിരിക്കുന്നു. അവന്റെ വാഗ്ദാനമനുസരിച്ച് മരണാസന്നരായ വിശ്വാസികൾക്ക് വരപ്രസാദവും ഭാഗ്യമരണവും പ്രദാനം ചെയ്യും. എന്റെ മരണത്തെ ആദരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ എന്റെ സഹായം തേടുമ്പോൾ പരിശുദ്ധമായ ജീവിതം നയിക്കാൻ ഇടയാകും. ആയതിനാൽ പ്രിയമകളെ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ ദിവസം മുതൽ തന്നെ നീ നിന്റെ അന്തരാളത്തിൽ ഭക്തിയോടും നിറഞ്ഞ സ്നേഹത്തോടും കൂടെ ഈ ദിവ്യ രഹസ്യത്തെ ധ്യാനിക്കുക. എപ്പോഴും നീ സർവശക്തനായവനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. എന്തെന്നാൽ അവൻ എനിക്കും നിങ്ങൾക്കുമായി എത്രയോ അത്ഭുത കൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രവൃത്തിയാൽ നീ നിന്റെ മരണവേളയിൽ കർത്താവിനെയും എന്നെയും നിന്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുക. മരണം ജീവിതത്തിന്റെ തുടർച്ചയാകുന്നു. സാധാരണയായി പറയുമ്പോൾ അത് ജീവിതത്തിന്റെ മറുവശം തന്നെയാകുന്നു. അതിനാൽ നല്ല മരണം ഉറപ്പാക്കാനുള്ള വഴി നല്ല ജീവിതം തന്നെയാകുന്നു. നല്ല ജീവിതമെന്ന് പറഞ്ഞാൽ ഹൃദയം ഭൗതിക ജീവിതത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മോചിക്കപ്പെടുക എന്നതാണ്. നമ്മുടെ അവസാന മണിക്കൂറുകളിൽ നമ്മെ കഷ്ടപ്പെടുത്തുകയും ആത്മാവിനെ ഭാരപ്പെടുത്തുകയും ചെയ്ത് ഒരു ഭാരമേറിയ ചങ്ങല പോലെ നമ്മെ ബന്ധിച്ച് ആത്മാവിന് സ്വാതന്ത്ര്യത്തെ നിഗ്രഹിക്കുകയും സ്വർഗപ്രവേശനത്തെ തടയുകയും ചെയ്യുന്നതാണ് ഭൗതിക സ്നേഹം. എന്റെ പ്രിയ മകളെ, ലൗകിക മനുഷ്യർ ഈ സത്യത്തെ എത്ര ഭീകരമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുമൂലം എത്ര മാരകമായ പ്രമാദങ്ങളിൽ അവർ ഏർപ്പെടുന്നു. മനുഷ്യർ തങ്ങളുടെ ഉത്ഭവ പാപത്തിന്റെ ഫലങ്ങളിൽ നിന്ന് മോചിതരായി തീരുന്നതിനാണ് ദൈവം അവർക്ക് ജീവൻ പ്രദാനം ചെയ്തിരിക്കുന്നത്. പാപഫലങ്ങളാൽ മരണസമയത്ത് അവർ ഭാരപ്പെടാൻ പാടില്ല എന്ന് അവിടുന്ന് അഭിലഷിക്കുന്നു. എന്നാലിതാ ആദത്തിന്റെ സന്തതികൾ അജ്ഞത മൂലം ദുരിതം അനുഭവിക്കുന്നു. ജീവിതകാലം മുഴുവൻ പുതിയ പുതിയ ഭാരങ്ങളാലും ബന്ധനങ്ങളാലും തടവിലാക്കപ്പെടുന്നു. അധമ വികാരങ്ങളാൽ നയിക്കപ്പെട്ട് നരകശക്തികളായ ശത്രുക്കൾക്ക് അടിപ്പെട്ടു പോകുന്നു. എനിക്കാകട്ടെ ആദ്യ പാപത്തിൽ യാതൊരു പങ്കുമില്ല. എങ്കിലും ഞാൻ ഇന്ദ്രിയ നിഗ്രഹം ഏറ്റവും ശ്രദ്ധയോടെ പാലിച്ചു. ദാരിദ്ര്യത്തിലും ഭൗതിക തൃഷ്ണകളിൽ നിന്ന് മുക്തയായിരുന്നു. തന്മൂലം എന്റെ മരണസമയത്ത് ഞാൻ പരിശുദ്ധമായ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അതിനാൽ നീയും ചിന്തിക്കുക, ഈ ജീവിത മാതൃകയെ അനുകരിക്കുക. അനുദിനം നിന്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കുക. അതുവഴി വത്സരങ്ങൾ കടന്നു പോകും തോറും നീ കൂടുതൽ സ്വാതന്ത്ര്യം ആസ്വദിക്കും. കൂടുതലായി ദൃശ്യവസ്തുക്കളിൽ നിന്നും മോചിതയാകും. അപ്രകാരം നിന്റെ നാഥൻ നിന്റെ സ്വർഗീയ വിവാഹത്തിനായി ക്ഷണിക്കുമ്പോൾ നിനക്കേറ്റം ആവശ്യമായി വരുന്ന സ്വാതന്ത്ര്യവും വിവേകവും നിന്നിൽ നിന്ന് അകലെയായിരിക്കുകയില്ല.